ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി സംഭവമായിട്ടാണ്. പലർക്കും ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അവർക്കൊന്നും അത് കറക്റ്റായിട്ട് വരയ്ക്കാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ ഡ്രോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഞാൻ കാണിക്കുന്ന സംഭവം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൈറ്റ് എന്താണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതുമൊക്കെ ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. അതിൽ താഴെ കാണുന്ന ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോ ഡ്രോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രോ ചെയ്യേണ്ട കളർ ഈ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏകദേശ രൂപം അവിടെ വരയ്ക്കുക. നിങ്ങളൊരു വീടാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന തരത്തിൽ അത് വരയ്ക്കുക. അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ കുറേ സജഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീട് അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ വീടിനെ നോക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ പുസ്തകത്തിൽ വരയ്ക്കാൻ വേണ്ടിയും സാധിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്ത വീടിനെ അതിൻ്റെ സൈസ് കുറയ്ക്കാനും അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് എന്ന ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് അതിനെ കൊണ്ടുപോയി വെക്കാം. ഇനി വീണ്ടും വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ ഡ്രോ എന്ന ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ഒരു മരമോ മറ്റുള്ള മരമാണെങ്കിൽ അതിന് സാമ്യം തോന്നുന്ന തരത്തിൽ നിങ്ങൾ വരയ്ക്കുക. ഏകദേശം മരത്തിൻ്റെ സാമ്യം തോന്നുന്ന തരത്തിൽ നിങ്ങൾ ചിത്രം വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏത് മരമാണെന്ന് അല്ലെങ്കിൽ ഏത് ചെടിയാണെന്ന് മുകളിൽ കാണുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ടൂൾ ഉപയോഗിച്ച് അതിനെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് കൊണ്ടുവെക്കുക. ഇനി വീണ്ടും വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ ഡ്രോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ഇനിയിപ്പോൾ വണ്ടിയാണെങ്കിൽ കാറോ ബസ്സോ അങ്ങനെയാണെങ്കിൽ ആ കാറിൻ്റെ രൂപത്തിലുള്ള ഏകദേശ രൂപം വലിക്കുക. മുകളിൽ തന്ന സജഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാറോ ബസ്സോ വണ്ടിയോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് വല്ല മൃഗത്തിൻ്റെയോ രൂപമാണെങ്കിൽ അതിന് സാമ്യം തോന്നുന്ന തരത്തിൽ വരയ്ക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന സജഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അതിൽ വരുന്ന ഓരോ സജഷനായിട്ട് വരുന്ന ഓരോ പിക്ചേഴ്സും ഡ്രോയിങ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഓരോ കുട്ടികൾക്കും നോക്കുന്ന സമയത്ത് തന്നെ അത് നോക്കിയിട്ട് എളുപ്പത്തിൽ പുസ്തകത്തിലുമൊക്കെ വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓട്ടോ ഡ്രോ എന്ന ഓപ്ഷനിൽ ഇങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഏകദേശ രൂപം വരച്ചാൽ അത് നമുക്ക് സജഷനായിട്ട് വരും. ഇനി നല്ല വരയ്ക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ബ്രഷിൻ്റെ സൈസ് അതിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതുപോലെ ഡ്രോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ സാധിക്കും. അതിൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് സജഷനൊന്നും വരുന്നില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട തരത്തിൽ വരയ്ക്കാം. ഇനി നിങ്ങൾ മുമ്പ് ഡ്രോ ചെയ്ത പിക്ചേഴ്സിനൊക്കെ കളർ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫില്ല് ചെയ്യണമെങ്കിൽ അതിൽ കാണുന്ന ഓപ്ഷനിൽ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട കളർ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് കളർ ഫില്ല് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തൊക്കെ കളർ സെലക്ട് ചെയ്ത ശേഷം ഫില്ല് ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അവിടെ ഫുള്ള് അതേ കളർ വരും.
അങ്ങനെയാണ് കളർ ഫില്ല് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ ഒരു ഓപ്ഷൻ കാണാം, ഷേപ്പ്. ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്സ് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. മുകളിൽ കാണുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഷേപ്സ് സെലക്ട് ചെയ്ത ശേഷം അതവിടെ വരയ്ക്കാം. ഇനി നിങ്ങൾക്ക് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ പേരോ മറ്റോ ആഡ് ചെയ്യണമെങ്കിൽ അതിൽ കാണുന്ന ഓപ്ഷനിൽ നിന്ന് ടൈപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് ടൈപ്പ്, ഫോണ്ട് സൈസൊക്കെ സെലക്ട് ചെയ്ത് കളറൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇതൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും പറയുന്ന ഓപ്ഷനുകൾ. ഇനി മുകളിൽ കാണുന്ന 3 ലൈനിൽ സെലക്ട് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഡൗൺലോഡ് എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങളിപ്പോൾ വരച്ചത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി സ്റ്റാർട്ട് ഓവർ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേജ് ക്ലിയർ ആയിട്ട് വരും. നിങ്ങൾക്ക് വീണ്ടും വരയ്ക്കാനും വേണ്ടി സാധിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഈ സൈറ്റിലേക്ക് പോകേണ്ടതെന്ന് പറയാൻ, ഗൂഗിളിലേക്ക് ആദ്യം പോവുക. അതിനുശേഷം അവിടെ സെർച്ചിൽ ഓട്ടോ ഡ്രോ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.